മണ്ണിൻ്റെ നനവുള്ള മനസ്സാണ് മലബാറിന്. നന്മയുടെ വളക്കൂറുള്ള മനസ്സുള്ളവരുടെ നാട്. ആഘോഷങ്ങൾക്ക് ജാതിയും മതവുമൊന്നുമില്ലാത്ത കോഴിക്കോട്. അവിടെ പാളയത്തുള്ള കൃഷ്ണേട്ടൻ്റെ മകളുടെ കല്യാണമാണെന്ന്. നമുക്കൊന്ന് ആ കല്യാണ വീട് വരെ പോയാലോ? വരന്റെ പെങ്ങളായി നിന്നു വേണം ചടങ്ങ് മോടിയാക്കുവാൻ. മധുവിധുവിനു ചിറകടിച്ചു നീ പലയിടങ്ങളിൽ പറക്കണം. സുന്ദരി ഒന്നൊരുങ്ങിവാ, നാളെയാണ് താലിമംഗലം. ചാരുണീവാ കോർവലേരസ ഗമദാനിസ ഗമദാനിസ. ആരോരുമില്ലാത്ത കാലത്തു നീ എന്റെ ചാരത്തു വന്നെങ്കിലും സുന്ദരി താഴത്തും വെക്കാതെ തോളത്തും വെക്കാതെ മീനാക്ഷിയായ എന്നിൽ നീ. ആരോരുമില്ലാത്ത കാലത്തു നീ എന്റെ ചാരത്തു വന്നെങ്കിലും സുന്ദരി താഴത്തും വെക്കാതെ തോളത്തും വെക്കാതെ മീനാക്ഷിയായ എന്നിൽ നീ. പാലാഴിയാറാടിയ പൂവമ്പിളി നീ അങ്ങനെ പാവങ്ങളുടെ പഞ്ചാമൃതമായി. സുന്ദരി ഒന്നൊരുങ്ങിവാ, നാളെയാണ് താലിമംഗലം. കോഴിക്കോട് പാളയത്തുള്ളൊരു കല്യാണ വീട്ടിലാണ് ഞങ്ങളിപ്പോൾ. ഇവിടെ വലിയ ആഘോഷങ്ങളാണ്. ഇവിടുത്തെ ആഘോഷങ്ങൾക്ക് ഇരട്ടി മധുരം നൽകുന്ന ഒരു വാർത്തയുമായാണ് ഏഷ്യ1 ന്യൂസ് ടീം എത്തിയിട്ടുള്ളത്. കല്യാണ പെണ്ണിന് രാഷ്ട്രപതിയുടെ എക്സലൻസ് അവാർഡ് ലഭിച്ചിരിക്കുന്നു. ചേരികളിൽ താമസിക്കുന്ന സാധാരണക്കാരായ മനുഷ്യർക്ക് നൽകുന്ന ചികിത്സാ സേവനങ്ങൾക്കാണ് ഈ അവാർഡ്. കൺഗ്രാറ്റുലേഷൻസ് ഡോക്ടർ ശ്രേയ. വാട്ട് ഡു യു ഫീൽ? താങ്ക് യു. ഒരുപാട് സന്തോഷം.
ചേരികളിലെ പ്രവർത്തനങ്ങളുമായി മുന്നോട്ട് പോയപ്പം ഒരുപാട് പേര് ചോദിച്ചു, സമ്പാദിക്കാനല്ലെങ്കിൽ പിന്നെ എന്തിനാ MBBS എടുക്കുന്നതെന്ന്. പഠിക്കാൻ പണമില്ലാത്തതിൻ്റെ പേരിൽ MBBS എന്ന സ്വപ്നം ഉപേക്ഷിച്ച ഒരു വ്യക്തിയാണ് ഞാൻ. ആ ദിവസങ്ങളിലാണ് ഏഷ്യാനെറ്റ് ന്യൂസിൽ ഒരു വാർത്ത കണ്ടത്. ട്രിവാൻഡ്രംകാരൻ ഒരു സമീർ, അവൻ്റെ ബാപ്പ ഒരു മത്സ്യത്തൊഴിലാളിയാണ്. റാങ്ക് ലിസ്റ്റിൽ നല്ല പൊസിഷൻ ഉണ്ടായിട്ടും പഠിക്കാൻ പണമില്ലാത്തതിൻ്റെ പേരിൽ MBBS സ്വപ്നം സമീർ വേണ്ടെന്ന് വെച്ചു. അന്ന് സ്വപ്നങ്ങൾക്ക് ജാതിയും മതവും ഒന്നും ഇല്ലെന്ന് തെളിയിച്ചുകൊണ്ട് ഒരു മനുഷ്യസ്നേഹി മുന്നോട്ട് വന്നു. സമീറിൻ്റെ സ്വപ്നങ്ങൾക്ക് ചിറക് നൽകിയ അതേ വ്യക്തിയാണ്, അതേ വലിയ മനസ്സാണ് എന്നെ ഇങ്ങനൊരു ഡോക്ടറാക്കിയത്. ഈ അവാർഡ് ഞാൻ അദ്ദേഹത്തിന് ഡെഡിക്കേറ്റ് ചെയ്യാണ്. താങ്ക് യു. സ്വപ്നങ്ങൾക്ക് ചിറകായി മാറുന്ന അദ്ദേഹത്തിന്റെ പേരൊന്ന് പറയാവോ? സോറി, അതെനിക്ക് പറയാൻ അനുവാദമില്ല. പക്ഷെ ഞാനൊരു ക്ലൂ തരാം. ഇന്ന് കൊച്ചിയിൽ കലൂർ വെച്ച് അദ്ദേഹത്തിൻ്റെ പിറന്നാൾ ആഘോഷിക്കുകയാണ്. ആ വലിയ മനസ്സിന് 1000 നന്ദി, 1000 പുണ്യം. താങ്ക് യു സർ. ആഘോഷങ്ങൾ തുടരട്ടെ, പൊടി പൊടിക്കട്ടെ ഡോക്ടർ ശ്രേയ. അപ്പോൾ വിവാഹത്തിനും അവാർഡിനും എല്ലാ മംഗളങ്ങളും നേരുന്നു. ശരി, താങ്ക് യു. ഏഷ്യ1 ന്യൂസിന് വേണ്ടി ക്യാമറാമാൻ ശരത്തിനൊപ്പം അവന്തിക ഗോപാൽ. കൊണ്ടോട്ടമോടുന്നൊരോട്ടോ കുടുംബത്തിനുണ്ടായ സൗഭാഗ്യമേ സുന്ദരി കന്നിക്ക് ഞങ്ങൾക്ക് പഞ്ഞത്തമേകാത്ത മാതാന പൂർണേശ്വരി. ഈ എന്തിനു വയ്യാത്തോരെങ്ങേറിന് കയ്യാങ്കളി കൂട്ടുന്നേടാ. സുന്ദരി ഒന്നൊരുങ്ങി വാ, നാളെയാണ് താലിമംഗലം. സുന്ദരി ഒന്നൊരുങ്ങി വാ, നാളെയാണ് താലിമംഗലം. നീയും വരന്റെ പെങ്ങളായി നിന്നു വേണം ചടങ്ങ് മോടിയാക്കുവാൻ. മധുവിധുവിനു ചിറകടിച്ചു നീ പലയിടങ്ങളിൽ പറക്കണം. സുന്ദരി ഒന്നൊരുങ്ങി വാ, നാളെയാണ് താലിമംഗലം. സുന്ദരി ഒന്നൊരുങ്ങി വാ, നാളെയാണ് താലിമംഗലം. നാളെയാണ് താലിമംഗലം, നാളെയാണ് താലിമംഗലം, നാളെയാണ് താലിമംഗലം, നാളെയാണ് താലിമംഗലം, നാളെയാണ് താലിമംഗലം. ജോസേട്ടാ, ഒരു നാരങ്ങ ചായ. ആ എടാ റഫീഖെ, ഇന്നലത്തെ പരിപാടിന്റെ റീലുണ്ടല്ലോ, പൊളിച്ചു കേട്ടോ. നിങ്ങളും കണ്ടത് നമ്മുടെ കൃഷ്ണേട്ടന്റെ മോളുടെ പരിപാടിയല്ലേ, അതുവരെ പൊളിക്കാതിരിക്കുവോ? ഓളുണ്ടല്ലോ നമ്മുടെ ശ്രേയക്കുട്ടി, ചാനലുകാരോട് സംസാരിച്ചെന്താ നിങ്ങൾ കേട്ടോ? എന്താ പറഞ്ഞേ? ജോസേട്ടാ, ഓളുടെ മനസ്സിൽ മുഴുവൻ ഓളുടെ ചുറ്റുമുള്ള സാധാരണക്കാരും ഓരോ പ്രശ്നങ്ങളും മാത്രമേ ഉള്ളൂ. അണ്ണാ ടീ റെഡി വാങ്ങ. ഇന്നലത്തെ താരം വരുന്നുണ്ട്. ജോസേട്ടാ 2 ചായ. മാഷ്ക്ക് എങ്ങനെ? വിത്തൗട്ടാ? ഷുഗർ ആവാം. ചായ ഓനാണ് ഇന്നലെ ഇവിടെ കംപ്ലീറ്റ് കളറാക്കിയത്. ഓന് നല്ല ക്ഷീണം ഉണ്ടാവും. നിങ്ങൾ നല്ലൊരു അടിപൊളി ബദാം ഷേക്ക് കൊടുക്കേ. ഇയാളെ കൊണ്ട്. ശരി എന്നാ. ആ അജയ, കടി എന്താ വേണ്ടേ? അതിന് ഓനൊന്നും കഴിക്കല്ല, ഓന് കാലിച്ചായ വേണ്ടുള്ളൂ. ജോസേട്ടാ, നിങ്ങൾ മാഷ്ക്ക് ഒരു നെയ്യപ്പം കൊടുക്ക്. മാഷേ, ജോസേട്ടൻ്റെ സ്പെഷ്യൽ ഐറ്റാണത്. ഇത് പിടിച്ചോളി. ആ, താങ്ക് യു. ഇതിപ്പോൾ എത്രാമത്തെ വട്ടാണ് ഈ തുടച്ച് ക്ലിയറാക്കണേ ഈ കാക്കനെ കൊണ്ട്. കാക്ക അല്ല ജോസേ, അകത്ത് മാലയിട്ട് വെച്ചിരിക്കുന്ന ആ ഫോട്ടോ ഉണ്ടല്ലോ, അത് ജോസിൻ്റെ ബ്രദറിൻ്റെയാ? ജോസേട്ടാ, അതെ, മാഷ് കാര്യങ്ങളൊന്നും അറിയില്ല. ഇവിടെ താമസം തുടങ്ങിയിട്ട് ഒരാഴ്ചയായിട്ടുള്ളൂ. ഞാൻ ചോദിച്ചത് ബുദ്ധിമുട്ടായെങ്കിൽ സോറി കേട്ടോ.
ഈ സെൻറ്റ് ജോസഫിൻ്റെയും മദർ മേരിയുടെയും ചിത്രങ്ങൾ നടുക്ക് ജീസസിൻ്റെ ചിത്രമാണല്ലോ സാധാരണ മാലയിട്ട് വയ്ക്കാറുള്ളത്. ഇവിടെ നടയിൽ ക്രിസ്തുവിന് പകരം ഒരു ചെറുപ്പക്കാരൻ്റെ ഫോട്ടോ മാലയിട്ട് കണ്ടപ്പോൾ അതുകൊണ്ടാട്ടോ. എൻ്റെ ബ്രദറാ മാഷെ, പേര് നൗഷാദ്. എന്താ? ഓനും ദൈവനും എൻ്റെ അമ്മ പെറ്റല്ലാന്നുള്ളൂ. ഓൻ പോയിൻ്റെ പിന്നെ ഞാൻ ഓട്ടോ ഓടിക്കലില്ല. പിന്നെ ഞാൻ ഈ കട തുടങ്ങി. 2015 നവംബർ 26 പാളയത്ത് കണ്ടംകുളം ജയ ഹോട്ടലിൻ്റെ അടുത്തുള്ള സ്റ്റാൻഡിലാണ് ഞങ്ങൾ 3 പേര് ഓട്ടോ ഓടിക്കുന്നത്. ഈ നല്ല നേരത്ത് നല്ല സമയത്ത് നല്ല മനസ്സോടെ നിങ്ങൾ മുടക്കൂ 40 രൂപ. ദൈവികമായ ഭാഗ്യത്താൽ നിങ്ങൾക്കും വിലപ്പെട്ട സംഖ്യ സമാനമായി ലഭിക്കണമേ എന്നുള്ള പ്രാർത്ഥനയോടെ എല്ലാവർക്കും ഭാഗ്യം നേർന്നുകൊണ്ട് നിങ്ങളെ എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു. പ്രമുഖ ലോട്ടറി വിതരണക്കാർ ഇന്നത്തെ കേരള 40 രൂപയ്ക്ക് 80 ലക്ഷം രൂപ ഒന്നാം സമ്മാനം നൽകുന്ന കാരുണ്യ പ്ലസ് ഭാഗ്യക്കുറി വാങ്ങുവാൻ. ദുഃഖങ്ങളും ദുരിതങ്ങളും നിറഞ്ഞ നിങ്ങളുടെ നിത്യജീവിതം ഐശ്വര്യ സമ്പൂർണ്ണമാക്കണ്ടേ? വരൂ, നിങ്ങളിലെ സൗഭാഗ്യത്തിന്റെ വഴികാട്ടിയിലൂടെ നിങ്ങളുടെ ഭാഗ്യപൂർത്തികൾ സ്വന്തം. நாளை வேலை இந்த பஸ் ஸ்டாண்ட் பக்கம் இந்த பார் இல்லையா, அங்க இருந்து ரைட் சைடு ஒரு ரோடு இருக்கு, அங்கேதான். ஏய் நரசிம்மோ, சாயந்தரம் கால் பண்ணு. സരി അണ്ണാ. 10 ലക്ഷം രൂപ രണ്ടാം സമ്മാനം കാരുണ്യ പ്ലസ് ഭാഗ്യക്കുറി. ഓരോ ലക്ഷം രൂപ വീതം 12 പരമ്പരകൾക്ക് മൂന്നാം സമ്മാനങ്ങൾ. 1000 രൂപ 100 രൂപയിൽ അവസാനിക്കുന്ന ഒരു ലോട്ടറി സമ്മാനമായിട്ട് കൊടുക്കണം നീ. പിന്നെന്താ ഇവനിഞ്ഞ എന്തിനാ ലോട്ടറി? പുതിയാപ്പളന്റെ കുപ്പായം, വാച്ച്, ചെരുപ്പ്, എന്തിനു പറയും ഇന്നർ വരെ ഇവന്റെ പേർക്കല്ലേ. ചിലപ്പോ ഒരു സെക്കൻഡ് ഹാൻഡ് കാറും കൂടി കൊടുക്കും. അല്ലടാ നൗഷാദേ? ജോസേട്ടാ, നിങ്ങൾ വെറുതെ ഓൻ്റെ ഉമ്മാൻ്റെ പണ്ടം വരെ പണയത്തിലാണ്. ജോസേട്ടാ, ദാ ഇങ്ങടെ കുറിപ്പൈസയുടെ ആള് വന്നിക്കണു. ഇനിയിപ്പോ നിങ്ങൾ പറഞ്ഞിട്ടേ നമ്മൾ എടുത്തില്ലാന്ന് വേണ്ട, ഒരെണ്ണം എടുക്ക്. എടാ ജയ, ഇതടിച്ചാലേ എൻ്റെ അമ്മാൻ്റെ പണ്ടം പണയൊക്കെ എടുത്തു കൊടുക്കണം കേട്ടോ. ഓ, ഇനി ഇയും കൂടി തുടങ്ങിക്കോ. ഏയ് അണ്ണാ, അതൊക്കെ തുറന്നിട്ട് കൊറേ കാലായിക്കണോ? ഇത് നല്ലോണം ശ്രദ്ധിച്ചട്ടോ. അല്ലടോ, ഒരു ഓവ് ക്ലീൻ ചെയ്യാൻ ഇത്ര വലിയ ശ്രദ്ധിക്കാനെന്താ? എടാ നൗഷാദേ, 10-12 അടി താഴ്ചയുള്ള വലിയ കുണ്ടാണത്. കഴിഞ്ഞ കരാറേരെ ഓനെവിടെ പറ്റാണ്ട് മണ്ടി പാഞ്ഞു പോയതാ. അത് ശരി. அண்ணா, நரை நரை, என்னாச்சு? நரை, ஏதாவது சொல்லண்ணா. സാബിയേ, കാപ്പാത്ത്. ചൈച്ചല പഠിച്ചോനെ, ഞാൻ അപ്പോഴും പറഞ്ഞാണ് വേണ്ടാന്ന്. അയ്യോ, കടവുളെ കാപ്പാത്തുങ്ങോ. അയ്യാ, കാപ്പാത്തുങ്ങോ. അയ്യാ, സാർ കാപ്പാത്തുങ്ങോ. സാർ, എന്താ പറ്റിയത്? കാര്യം പറയടാ, എന്താ പറ്റിയത്? കടയിൽ പോയിട്ട് ആ കോണിണ്ട്, ആ വേഗം പോയിട്ട് കൊടുന്ന ഏതാവത്ത് ചെയ്യണ്ട. കോണി കൊഞ്ചട്ടെ, എന്നിട്ട് ഇറങ്ങണക്ക്, അല്ലെങ്കിൽ ഓൻ പോയി മരിച്ചു പോവും. അയ്യാ, കയറ് പൊടി. അയ്യാ, കെഞ്ചി കേക്കറേ, ഞാൻ ഇറങ്ങണേ. കയറ് പൊടി. അയ്യാ, പിടിക്കാം. നോക്കി ഇറങ്ങണേ. ചവിട്ടി ഇറങ്ങി, നോക്കി ഇറങ്ങി. വെയിറ്റ് കൂടുന്നു. നോക്കി ഇറങ്ങ. ചവിട്ടി ഇറങ്ങണ. നോക്കി കൈ എന്താ
എന്താ പറ്റി? എന്താടാ? 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 അജയ, നൗഷാദ് എവിടെ? എവിടെ നൗഷാദ്? നൗഷാദേ, മാറ്. ഇങ്ങോട്ട് മാറ്. എന്താ എന്താ പറ്റിയത്? എടാ, വാ തുറന്ന് എന്തെങ്കിലും പറയ്. എന്താ പറ്റിയേ? നേരത്തെ ഓന്റെ ഒലക്കമല വീഡിയോ നിങ്ങള് വേഗം ഫയർഫോഴ്സിനെ വിളിക്കുക. നമുക്കെടുക്കണം, നമുക്കെടുക്കാം. ജോസേട്ടാ, വാ. ഇത് പിടിക്കേ. നൗഷാദേ, ഈച്ചും കൂടിയൊക്കെ ഇറങ്ങാൻ പോവാ. വേണ്ടടാ ജോസേട്ടാ, ഇത് പിടിക്കേ. നൗഷാദേ, നീ എന്ത് പ്രാന്തര കാണിക്കണേ? ഒരാൾക്ക് അനക്കല്ല, ഒരാൾ കടന്നു പടയണ്. നിങ്ങക്ക് കണ്ണില്ലേ? അതിന് ഇതുവരെ കാണാത്ത ആർക്കോ വേണ്ടിട്ട് നീ നിന്റെ ജീവൻ കൊടുക്കണോ? നിങ്ങളൊരു മനുഷ്യന്. പിടിക്കടാ, പിടിക്കൂല. എടാ, പിടിക്കണം നായേ. ഞാൻ പിടിക്കൂല. ഈ സമയത്താണോ ഇങ്ങനെയൊക്കെ പറയുന്നത്? പിടിക്കടാ, പിടിക്കൂലെന്ന് പറഞ്ഞ പിടിക്കൂല. പിടിക്കടാ, ഒന്ന് പിടിക്കടാ. എനിക്കറിയാം എന്താ ചെയ്യേണ്ടത്. ആരും വേണ്ട. എന്താ ചെയ്യേണ്ടത് എനിക്കറിയാം. ഞാൻ വിടില്ല. അന്നെ ഞാൻ വിടൂല. തുടങ്ങ നായേ. രണ്ടെണ്ണം കടന്ന് പടക്കണ്. എന്താ എനിക്ക് ചെയ്യേണ്ടത് എനിക്കറിയാം. എന്റെ ചെങ്ങായല്ല പറയുന്നത്. നമ്മുടെ ഉമ്മാനെ ഓർത്തെങ്കിലും ഇറങ്ങല്ല മുത്ത. എന്റെ വീടാ. നൗഷാദേ, 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 നൗഷാദേ. ചങ്ങാതിക്ക് വേണ്ടി ജീവൻ കൊടുക്കണേക്കാൾ പെരുത്ത് സ്നേഹമില്ലാന്ന് കാട്ടി തന്നവനാണ് ക്രിസ്തു. ചങ്ങാതി പോയിട്ട് ഒരിക്കൽ പോലും കണ്ടിട്ടില്ലാത്ത ആ രണ്ടാൾക്ക് വേണ്ടി ജീവൻ കൊടുത്തവന്റെ ഫോട്ടോ ഞാൻ പിന്നെ എവിടെ കൊണ്ടുപോയി വെക്കണം? മാഷേ, എനിക്ക് ദൈവം എന്നല്ല, ഈ ഫോട്ടോ ഇവിടെ വെച്ചതിന് ഞാൻ കുറെ കേട്ടിരിക്കണം. ഒരു കാര്യം എനിക്ക് ഉറപ്പാ മാഷേ, എന്നെങ്കിലും ക്രിസ്തുവിനെ നേരിട്ട് കാണുമ്പോ ഇതിന്റെ പേരിൽ തന്നെ മൂപ്പര് എനിക്കൊരു ക്ഷയിക്കേണ്ടി വരും. എനിക്കത് മതി മാഷേ.
മദീനത്തിൽ എത്തുവാനല്ലാതെ തുച്ഛമീ ജന്മത്തിൻ അർത്ഥമെന്തോ. പുണ്യമാം ഗേഹം പൂകി ഉത്തമർ നിങ്ങൾ വീണ്ടും സ്വച്ഛമാം ജന്മമൊന്നിനി നേടി വന്നിടാനായി. ഒത്തിടട്ടെ വിധിയായിടട്ടെ മക്ക മദീനത്തിൽ എത്തുവാനല്ലാതെ തുച്ഛമീ ജന്മത്തിൻ അർത്ഥമെന്തോ. ലബൈക അല്ലാഹുമ്മ ലബൈക ലബൈക അല്ലാഹുമ്മ ലബൈക. കണ്ണിന് കണ്ണായുള്ള റസൂലിൻ പുണ്യപദങ്ങൾ പതിഞ്ഞൊരു മണ്ണിൽ. ഓ കണ്ണിനു കണ്ണായുള്ള റസൂലിൻ പുണ്യപദങ്ങൾ പതിഞ്ഞൊരു മണ്ണിൽ. ഇബ്രാഹീമിൻ വിരലടയാളം പണ്ടു പതിഞ്ഞൊരു കാബാ ചുമരിൽ. ജന്നത്തിൻ ഉടയോനരുളിയ ഹജറുൽ അസ്വദ് മുത്തി വണങ്ങാൻ. ഒത്തിരട്ടെ വിധിയായിടട്ടെ ഒത്തിടട്ടെ വിധിയായിടട്ടെ. മക്ക കനവിലും ഉണർവിലും തിരയും ഒരിടമണതുണ്ടാവൂ. മക്ക മദീനത്തിൽ എത്തുവാനല്ലാതെ തുച്ഛമീ ജന്മത്തിൻ അർത്ഥമെന്തോ. നിത്യവും ഓരോരോ ദുഃഖഭരങ്ങളാ കാഫു പർവ്വതം തോളിലേറ്റി. ആയുഷ്കാലത്തിൻ തീമണൽ കാടുകൾ താണ്ടുകയാണടിയൻ. വെന്തുവരണ്ടൊരു ചുണ്ടിലൊരിത്തിരി സംസം കുളിർ നീരെനിക്കേകുമോ. ഒത്തിരട്ടെ വിധിയായിടട്ടെ ഒത്തിടട്ടെ വിധിയായിടട്ടെ. മക്ക മദീനത്തിൽ എത്തുവാനല്ലാതെ തുച്ഛമീ ജന്മത്തിൻ അർത്ഥമെന്തോ. പുണ്യമാം ഗേഹം പൂകി ഉത്തമർ നിങ്ങൾ വീണ്ടും സ്വച്ഛമാം ജന്മമൊന്നിനി നേടി വന്നിടാനാ. മലയാള സിനിമയുടെ അമ്മ മനസ്സ് സുകുമാരി ചേച്ചി നമ്മുടെ മമ്മൂക്കയോട് പറയുന്ന ഒരു സിനിമാ ഡയലോഗുണ്ട്. ചിലർക്ക് ദൈവം പണവും സ്വർണവും വാരിക്കോരി കൊടുക്കും, ചിലർക്ക് വലിയ ഉദ്യോഗവും കൊടുക്കും. എന്നാൽ ലക്ഷത്തിൽ ഒരാൾക്ക് ദൈവത്തിന്റെ മനസ്സ് നൽകും. നിനക്കാ മനസ്സുണ്ട് മോനെ. ദൈവമേ, എനിക്കും നിന്റെ ആ മനസ്സ് തരിക. നല്ല ചങ്ങായിയുടെ മനസ്സ്. അത് മതി, അത് മാത്രം.